ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഇതൊരു കട്ട് പീസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മറ്റേ പടിയൊന്നും വെക്കാൻ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു സിംഗിൾ കട്ടിൽ നമ്മൾ ബ്ലൗസ് തയ്ച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു ലോങ് ബ്ലൗസിനാണ് കുറച്ചും കൂടെ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു അതിൻ്റെ നല്ല പെർഫെക്റ്റ്, അതായത് പടി വെക്കാതെ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു ബ്ലൗസ് എങ്ങനെ തയ്ച്ചെടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടയാളങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇറക്കമൊക്കെ എടുക്കാം. അപ്പോൾ നമ്മുടെ ഇറക്കം 14.5 14.5 ആകുമ്പോൾ നമ്മൾ 1 ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ 15.5 ഇറക്കത്തിൽ നമ്മൾ അടയാളം കൊടുക്കാം. ആ രണ്ട് സൈഡിൽ നമ്മളൊരു 15.5 അടയാളപ്പെട്ടി കൊടുത്തിട്ട് നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കഴുത്തിൻ്റെ അടയാളങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ ബാക്കിലെ കഴുത്തിൻ്റെ ഇറക്കം 9 കൊടുക്കുന്നത്. പിന്നെ നമുക്ക് കഴുത്തിൻ്റെ വട്ടം നമുക്കൊരു 2 ഇഞ്ച് കൊടുക്കാം. വൈഡ് വേണമെങ്കിൽ 2 ഇഞ്ച് കൊടുക്കാം, വൈഡ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് 1.5 കൊടുക്കാം. ഷോൾഡറിൻ്റെ അളവ് 15. അപ്പോൾ നമ്മളതിനെ ഡിവൈഡ് ചെയ്ത് 3 ആക്കണം. അപ്പോൾ നമ്മൾ 5 നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് കഴുത്തിൻ്റെ അളവ് നമുക്കൊരു 5 ഇഞ്ച് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ണമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 11 ഇഞ്ചാണ് എൻ്റെ വണ്ണം, 44. അപ്പോൾ അതിന് ഡിവൈഡ് ചെയ്ത് 4 ചെയ്യുമ്പോൾ 11 കിട്ടും. തയ്യൽ തുമ്പ് ഞാൻ 2 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. താഴത്തെ വണ്ണം നമുക്ക് ഒരു 9.25 നമുക്ക് കൊടുക്കാം. 37 വരുന്നത്. അപ്പോൾ ഞാനൊരു 9.25 കൊടുത്തിട്ട് അത് നമുക്കൊരു 2 ഇഞ്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ആം ഹോളാണ് അടയാളപ്പെടുത്തുന്നത്. ആം ഹോൾ നമുക്ക് 5 ഇഞ്ച് അടയാളപ്പെടുത്താം. ഞാൻ ഷോൾഡർ എടുത്തത് 5. അപ്പോൾ ആ അളവ് തന്നെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ 3 സൈഡും, അതായത് ആം ഹോളിന് താഴെ, വണ്ണത്തിന് താഴെ, നമ്മുടെ തയ്യൽ തുമ്പിന് താഴെ അടയാളം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിനൊരു സ്ക്വയർ വരച്ചു കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഭാഗം ഇത് ഞാൻ 2 എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു വശം വരുമ്പോൾ നമുക്കൊരു 2.5 ഇഞ്ച് എടുക്കാം. ഇത് നമുക്കൊരു സ്ക്വയർ വരച്ചു കൊടുക്കാം. സ്ക്വയർ അല്ലാതെ തന്നെ വരയ്ക്കാൻ അറിയുന്നവർക്ക് അങ്ങനെ വരയ്ക്കാം. ആദ്യമായിട്ട് ചെയ്യുന്നവർ സ്ക്വയർ വരച്ച് തന്നെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, 1 ഇഞ്ച് നമ്മൾ ആം ഹോളിന് നമ്മൾ ഷേപ്പ് കൊടുക്കണം. ബാക്കിന് നമുക്ക് ഒരു 1 ഇഞ്ച് നമ്മൾ കൊടുക്കണം. അത് നമ്മളിവിടെ വരച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിൽ നമുക്കിങ്ങനെ വരച്ച് കൊടുക്കാം. അപ്പോൾ ബാക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 വണ്ണം നമ്മൾ കൂട്ടി യോജിപ്പിക്കാം, തയ്യൽ തുമ്പ് യോജിപ്പിക്കാം. ഇനി നമ്മുടെ കഴുത്താണ്. കഴുത്ത് നിങ്ങൾക്ക് എന്ത് അളവിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വരച്ചെടുക്കാം. ഞാൻ ജസ്റ്റ് ഇതിന് ഒരു ആലില പോലെ ഞാനിപ്പോൾ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ഒരു ആലില പോലെ ഞാനിതിനെ വരച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഴുത്ത് നിങ്ങൾ വരച്ചെടുക്കാം. ഇത്രയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്ക് പീസ് നമുക്ക് വെട്ടി എടുക്കാം. അപ്പോൾ ബാക്ക് പീസ് നമ്മൾ വെട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം. ഫ്രണ്ട് കട്ട് ചെയ്യാനായിട്ട് അതൊരു ഡിസൈനാണ്. ഇതൊരു കട്ട് പീസാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. ബാക്ക് പ്ലെയിൻ ആണ്. ഇനി നമുക്ക് ഫ്രണ്ട് പീസാണ് ഈ വെട്ടുന്നത്. ഫ്രണ്ട് പീസിന് ഇച്ചിരി ഡിസൈനൊക്കെ കൊടുത്ത് നമുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾ നല്ല ബ്ലൗസിൽ ഇങ്ങനെ വെട്ടിയെടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് എന്ത് വേണം, ഇനി നമ്മളിത് വെട്ടുന്ന സമയത്ത് നമ്മളിത് കറക്റ്റ് ഒരു ബ്ലൗസ്, അതായത് പടി വെക്കാതെ നമ്മളൊരു ബ്ലൗസാണ് തയ്ക്കുന്നെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രണ്ട് പീസിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ 1 ഇഞ്ച് നമ്മൾ കൂടുതൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 ഇഞ്ച് നമ്മൾ കൂടുതൽ ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ ഒപ്പം വെച്ച് കൊടുക്കാം. 4 ഇഞ്ച് നമ്മൾ പടി, അതായത് ഹുക്ക് പിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ വിട്ട് കൊടുക്കാം. ആ 4 ഇഞ്ച് നമ്മളൊന്ന് തള്ളി വെച്ചതിന് ശേഷം 1 ഇഞ്ച് നമ്മൾ താഴോട്ട് എക്സ്ട്രാ നമ്മൾ 1 ഇഞ്ച് താഴോട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ വരച്ച് എടുക്കാം. കറക്റ്റ് 1 ഇഞ്ച് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഇതെല്ലാം നമുക്ക് വരച്ച് എടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഈ സൈഡിൽ നമുക്ക് വരച്ച് കൊടുക്കാം, ഇവിടെ വരച്ച് കൊടുക്കാം, ഇവിടെ ഒരു അടയാളം കൊടുക്കാം, ഈ ഒരു ഭാഗത്തൊരു അടയാളം കൊടുക്കാം. നമുക്ക് ആം ഹോൾ നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ബ്ലൗസ് വെട്ടി നിങ്ങൾക്ക് അത്യാവശ്യം ഒന്നും മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത്, വണ്ണവും കാര്യങ്ങളും ഷോൾഡറും ആം ഹോളൊക്കെ ഞാൻ എടുക്കുന്നത്. നേരെ ഒരു വര വരയ്ക്കാം. ഇത്രയും നമ്മൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ബ്ലൗസ് 1 ഇഞ്ചാണ് ഞാൻ ഫ്രണ്ടിൽ കൂട്ടി കൊടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ എല്ലാ ബ്ലൗസിലും തന്നെ ബാക്ക് പീസിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ കൊടുക്കും. അത് തന്നെയാണ് ഞാൻ ഇവിടെയും കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്കൊന്ന് എടുത്ത് മാറ്റാം. ഫസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് ഈ ഒരു അടയാളം നോക്കി 1/2 ഇഞ്ച് നമുക്ക് കുഴിച്ച് നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് വരച്ചു കൊടുക്കാം. 2 വണ്ണങ്ങളും നമുക്ക് ആദ്യം കൂട്ടി കൊടുക്കാം. ഇത് 2 വണ്ണങ്ങളാണ്, അത് നമ്മൾ കൂട്ടി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ 2 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ആ 2 ഇഞ്ചിലൂടെ ഒരു വര വരച്ച് ഫ്രണ്ടിലെ നമുക്ക് കഴുത്ത് നമുക്ക് എടുക്കാം.
അപ്പോൾ ഫ്രണ്ടിലെ കഴുത്ത് ഞാൻ 6.5 എടുക്കാറ്. അപ്പോൾ 6 തന്നെ കൊടുക്കുന്നുണ്ട്, 6 കൊടുക്കുന്നുണ്ട്. നമുക്കതിനെ റൗണ്ട് ഷേപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഞാനൊരു റൗണ്ട് കഴുത്ത് ഫ്രണ്ടിൽ വരയ്ക്കുന്നുണ്ട്. ഇത്രയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ടക്കുകളാണ് നമുക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ 1 ഇഞ്ച് നമ്മൾ ഇട്ടിട്ടുള്ള ആ 1 ഇഞ്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 1 ഇഞ്ചിനെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. നമുക്ക് ഈ 1 ഇഞ്ചിനെ നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ടക്കുകളാണ് എടുക്കേണ്ടത്. ടക്ക് പോയിന്റ് 10 ഞാൻ ടക്ക് പോയിന്റ് അടയാളപ്പെടുത്താറ്. ആ ഒരു 10 ഞാനൊന്ന് അടയാളം കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഡിഫറൻസ് ആണ് 4 ഇഞ്ച് നമ്മൾ മാറ്റിയിട്ട് 4 ഇഞ്ച്, അതായത് 4.25 നമുക്ക് ഈ ഒരു അടയാളം കൊടുക്കാം. ഇവിടെയാണ് നമ്മുടെ ടക്ക് പോയിന്റ് വരുന്നത്. ഈ 4.25 നമ്മൾ ഇവിടെയും കൂടെ അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരെ ഒരു വര വരച്ചു കൊടുക്കാം. ഇത് നമ്മൾ സെൻറ്ററിൽ ഒരു വര വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ വേണ്ടത് ഇവിടെ 1/2 ഇഞ്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിന്ന് നമ്മൾ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡിലും നമുക്ക് ടക്കിന് കൊടുക്കാനുള്ള അളവ് എന്ന് പറയുന്നത് 1.5 ഇഞ്ച് വെച്ചാണ്. അപ്പോൾ 1.5 കൊടുക്കാം. ഇവിടെയും നമുക്കൊരു 1.5 കൊടുക്കാം. രണ്ടും നമ്മൾ 1.5 വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ടക്കിനെ നമുക്ക് 1.5 മുട്ടിച്ച് കൊടുക്കാം. ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക്? 1 ഇഞ്ച് നമ്മൾ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അതിൽ 1/2 ഇഞ്ച് ഞാൻ ഷേപ്പിന് വേണ്ടി എടുത്തിട്ടുണ്ട്. ബാക്കി 1/2 ഇഞ്ച് ഇവിടെ താഴെയുണ്ട്. 1/2 ഇഞ്ച് ഞാൻ ഷേപ്പിന് എടുത്തിട്ടുണ്ട്. രണ്ടും തമ്മിൽ 3 ഇഞ്ചാണ് ടക്കിൻ്റെ ഡിഫറൻസ്. അത് ഞാൻ 1.5 വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് മുകളിൽ നിന്ന് നമ്മുടെ ടക്ക് പോയിന്റിലോട്ട് ഞാൻ 10 കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നാണ് ടക്കുകൾ ഞാൻ വരച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ടക്കുകൾ ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡ് ടക്കാണ് വേണ്ടത്. അപ്പോൾ സൈഡ് ടക്ക് നമ്മളിങ്ങനെ പിടിക്കുക. ഞാൻ 2 ഇഞ്ച് ഇതിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കപ്പ് സൈസ് കൂടുതൽ വേണ്ടവർ അതനുസരിച്ച് വേണം ടക്കുകൾ കൊടുക്കാൻ കേട്ടോ. നിങ്ങൾക്ക് കപ്പ് സൈസ് നിങ്ങൾ വണ്ണമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെസ്റ്റിന് എത്രയ്ക്ക് വലിപ്പമൊന്നും വേണ്ടെങ്കിൽ ഈ 2 ഞാൻ കൊടുത്തതിന് പകരം നിങ്ങളോട് 1/2 മുക്കാലോ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ ടക്കിന് പകരം ഇവിടെ വന്ന് വീഴും. അത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ ഇവിടെ നിന്നും ഒരു 2 ഞാൻ ഡിഫറൻസ് എടുത്തിട്ട് ഇവിടെ ഞാൻ ഇങ്ങോട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ 3 ടക്കിൻ്റെ ആ ഒരു അളവ് ഒരുപോലെ ആവുന്ന വിധത്തിൽ നിങ്ങൾ കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇത്രയും ഞാൻ ഫ്രണ്ടിലെ ടക്കിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ 1/2 കൊടുത്തിട്ടുണ്ട്. ഇവിടെ 1/2 കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള 1/2 ഈ കിടക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ 3 ഇഞ്ച് കൊടുത്ത ടക്ക് നമുക്ക് എവിടെ കിട്ടണം? ഈ 3 ഇഞ്ച് നമുക്ക് ഇവിടെ കിട്ടണം. അപ്പോൾ ആ ലൈൻ പിടിച്ച് നമ്മൾ ഇവിടെ 3-ൽ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇവിടെ നമുക്ക് 1/2 ഇഞ്ചാണ് കൊടുക്കുന്നത്. ആ 1/2 ഇഞ്ച് കൊടുക്കാം. എന്നിട്ട് ഈ 1/2 ഇഞ്ച് നമ്മൾ എന്തിലോട്ട് കൊടുക്കണം? ഈ 3-ലോട്ട് നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇത് നമ്മൾ കൂടെ മുട്ടിച്ചു കൊടുക്കാം. അപ്പം ഈ ടക്കിന് ആവശ്യമുള്ള ടക്കിനുള്ള തുണി നമ്മൾ ഇവിടെ 1/2 കൊടുത്തു. ഇവിടെ നമ്മൾ 3 കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റിൽ നിന്ന്, അതായത് ഈ പോയിന്റില്ലേ, ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുക്കണം. എങ്ങനെ വരച്ചു കൊടുക്കണം? നമ്മളിതിങ്ങനെ സിമ്പിളായിട്ട് നമ്മളിതിനെ മുട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെങ്ങനെ മുട്ടിച്ചു കൊടുത്തിട്ട് നമ്മളിതിനെങ്ങനെ ഷേപ്പ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ ലൈനിലോട്ട്, അതായത് നമ്മുടെ ഈ ലൈനിലോട്ട് തന്നെ നമ്മളിത് മുട്ടിച്ച് കൊടുക്കാം. ഈ ലൈനിൽ ഇങ്ങനെ ഇത് ഈ അറ്റത്തുനിന്ന്, അതായത് നമ്മുടെ കറക്റ്റ് ഇറക്കം 15.5-ൽ നിന്ന് ഇത് 15.5, ഇത് 15.5, ഇത് 1 ഇഞ്ച് കൂടുതലാണ്. ഈ 15.5-ൽ നിന്ന് നമ്മൾ ടക്കിൻ്റെ പോയിന്റിലോട്ട് വരയ്ക്കുക. ഈ 15.5-ൽ നിന്ന് ഈ ടക്കിൻ്റെ പോയിന്റിലോട്ട് വരച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഷേപ്പിൽ നമ്മളിങ്ങനെ വരച്ച് എടുക്കണം. ഇതിങ്ങനെ വരച്ചെടുത്തിട്ട് വേണം നമ്മൾ ടക്കുകൾ തയ്ക്കാനായിട്ട്. ഇനി ഞാൻ ഈ ടക്കിനെ ഒന്നിങ്ങനെ മുട്ടിച്ചു കൊടുക്കുകയാണ്. ഈ ടക്കിനെ മുട്ടിച്ചു കൊടുത്തിട്ട് ഈ ടക്കിൻ്റെ നീളം നമ്മൾ നോക്കണം. ഈ ടക്കിൻ്റെ നീളം എത്രയിലാണ് കിടക്കുന്നത്? ഇതിന് കറക്റ്റ് 7-ലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ടക്കിൻ്റെ അളവ് നമ്മൾ 7-ലോട്ട് നമ്മൾ വെച്ച് കൊടുക്കണം. അതാണ് ഇവിടെയാണ് 7 വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വരയ്ക്കുന്ന വര ഈ 7-ലോട്ട് മുട്ടിച്ചിട്ട് വേണം നമ്മളിതിങ്ങനെ വരച്ച് കൊടുക്കാൻ. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഈ ടക്കിൻ്റെ കറക്റ്റ് നീളം തന്നെ ആയിരിക്കണം ഈ ടക്കിൻ്റെ നീളം വരേണ്ടത്. അപ്പോൾ ഇത് 7 ആണെങ്കിൽ ഈ ലൈനും 7 ആവണം. അപ്പോൾ ആ കറക്റ്റ് അളവ് കൊടുത്തിട്ട് ഇത് 7-ലോട്ട് മുട്ടിച്ചിട്ട് നമ്മൾ ഈ ഷേപ്പ് കൊടുത്ത് വീണ്ടും ഇത് 7-ലോട്ട് മുട്ടിച്ചിട്ട് ആ ലൈൻ നമ്മൾ എവിടെ ചെല്ലണം? നമ്മുടെ സൈഡിലെ, അതായത് നമ്മുടെ കറക്റ്റ് ബാക്കിലെ ഇറക്കത്തിൻ്റെ അവിടെ കൊണ്ട് മുട്ടിക്കണം. ബാക്കി ഇവിടെയുള്ളത് നമുക്ക് ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ ഈ സെൻറ്ററിൽ വരുന്ന ഈ 1 ഇഞ്ച് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. സൈഡിൽ വരുന്ന ആ 1 ഇഞ്ച് നമ്മൾ എടുക്കുന്നില്ല. അതിന് നമ്മൾ ഷേപ്പ് കൊടുത്ത് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണാൻ നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ ഞാൻ ഇട്ട് തരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായതാ. ഇത് നമ്മുടെ 15.5 വരെയുള്ള ഇറക്കാണ്. 1 ഇഞ്ച് നമ്മൾ ഫ്രണ്ടിലോട്ട് കൊടുത്തിട്ടുള്ള ഇറക്കാണ്. അത് 2 സൈഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്.
അപ്പം നമ്മൾ ആ സൈഡിൽ നിന്ന് പിടിച്ചിട്ട് നമ്മൾ ഈ ടക്കിലോട്ട് നമ്മൾ ഷേപ്പ് വരച്ച് കൊടുക്കണം. അത് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു ടക്കിൻ്റെ നീളം നോക്കിയിട്ട് ഈ ടക്കിൻ്റെ നീളം തന്നെ നമ്മളിവിടെ കൊടുക്കണം. ഇവിടെ കൂടുതലൊന്നും വരരുത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വ്യത്യാസം വരും. ഇത് 7 ആണെങ്കിൽ ഈ ടക്കിനും കൂടെ 7 ഇളക്കാം. അപ്പം നമുക്ക് ഒരു ഇച്ചിരി ഒരു പോയിന്റ് മുകളിലോട്ട് കിട്ടും. അപ്പം നമ്മൾ ഈ ലൈൻ വരച്ചിട്ട് ആ കറക്റ്റ് പോയിന്റിലോട്ട് പിടിച്ചിട്ട് അതിനെ നമ്മൾ കറക്റ്റ് എവിടെ കൊണ്ടുവരണം? ഈ 15.5 തന്നെ, അതായത് ഇത് 16 ഇത് 15.5, നമ്മുടെ കറക്റ്റ് ഇറക്കത്തിൻ്റെ അവിടെ ഇത് കൊണ്ടുവന്ന് മുട്ടിക്കണം. ഇത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇങ്ങനെ എടുത്തിട്ട് വേണം നമ്മൾ ഇതിനെ കട്ട് ചെയ്തെടുക്കാൻ. ഇനി സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്യാവുന്നതുള്ളൂ. ഈ ലൈൻ പിടിച്ച് നമ്മളിങ്ങനെ കട്ട് ചെയ്യുക, ബാക്കിയെല്ലാം നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ടക്ക് നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ വെട്ടിയെടുക്കാം. ആ കറക്റ്റ് നമ്മൾ അടയാളം കൊടുത്തതുപോലെ തന്നെ നമുക്കിവിടെ അടയാളം കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഈ ലൈൻ നോക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് കട്ട് ചെയ്ത ഇതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്യുന്നത്. 2 സൈഡിൽ ഇറക്കും ബാക്കിനെ പോലെ തന്നെ 15.5 നിൽക്കണം. ബാക്കി ഈ ടക്കിൻ്റെ ഭാഗം മാത്രം നമുക്കിത് കുറച്ച് നമ്മളിപ്പോൾ 1 ഇഞ്ച് കൊടുത്തിട്ട് നമ്മളിത് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി എടുക്കണം കേട്ടോ. ഇനി നമുക്ക് കൈ എടുക്കാം. അപ്പോൾ കൈയിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 9.5 ഇഞ്ച് നീളത്തിൽ, അതായത് 19 ഇഞ്ച് ഇതിൻ്റെ 2 പീസ് കഷ്ണം ഉണ്ട് കേട്ടോ. ഇത് 19.5, മൊത്തത്തിൽ 19.5, അതിൻ്റെ 2 കഷ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇറക്കാണ്. അപ്പോൾ ഞാനൊരു 6 ഇഞ്ച് ഇറക്കാണ്. അപ്പോൾ ഒരു 1.5 ഇഞ്ച് കൂട്ടി 7.5 കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഒരു 3.5 ഇഞ്ച് ഷേപ്പിന് വേണ്ടി നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഷേപ്പ് വെച്ച് കൊടുക്കാം. തയ്യൽ തുമ്പ് നമുക്ക് ഒരു 7, ഒരു 14 ആയിരിക്കും, 7 കൊടുക്കാം. തയ്യൽ തുമ്പോടെ കൊടുക്കാം നമുക്ക്. നമ്മുടെ 9.5 കിട്ടിയാൽ മതി. നമുക്ക് തയ്ച്ച് വരുമ്പോൾ അത് നമുക്ക് ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. കറക്റ്റ് 9.5 ഇവിടെ കിട്ടും. നമുക്കിതിനെ വെട്ടി എടുക്കാം. ഒരു തുമ്പൊക്കെ തയ്ച്ച് പൈപ്പൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ മുറിച്ച് കളയാനുള്ള 1/2 ഇഞ്ചിൽ കുഴിച്ച് വെട്ടുന്നത് പിന്നീട് വെട്ടിയാൽ മതി. ഇപ്പോൾ വെട്ടണമെന്നില്ല. നമ്മൾ തുമ്പൊക്കെ ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ 1/2 ഇഞ്ച് കട്ട് ചെയ്ത് കളയാൻ മതി കേട്ടോ. അപ്പോൾ നമ്മൾ കൈയും നമ്മുടെ വെട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഞാൻ ഈ ടക്കൊന്ന് അടിച്ചിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. നമുക്ക് ഈ ടക്കൊന്ന് അടിച്ചിട്ട് ഞാൻ ഫ്രണ്ട് പീസ് എങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾക്ക് ബാക്കായിട്ടൊന്ന് വെച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ടക്കുകളൊക്കെ അടിച്ചെടുത്തിട്ടുള്ള പീസാണിത്. അപ്പോൾ ഈ ടക്കൊക്കെ നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ബാക്ക് നമ്മൾ താഴ്വശം നമ്മളിങ്ങനെ പടി ഇതുപോലെ അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ബാക്കിൽ വെച്ച് അതേപോലെ തന്നെയാണ് നമ്മൾ ആ ഫ്രണ്ടിലും താഴ്വശത്ത് നമ്മൾ പടി വെച്ച് അടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആ ബാക്ക് അടിച്ചത് കൊണ്ടാണ് ആ ഫ്രണ്ടിൽ അടിക്കാനുള്ള തുണി എക്സ്ട്രാ കിടക്കുന്നത്. അതപ്പോൾ ആ ഫ്രണ്ടിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ അടിച്ച് കഴിയുമ്പോൾ അതും നല്ല കറക്റ്റായിട്ട് നമുക്കിതുപോലെ കിട്ടും. അപ്പോൾ ഈ ടക്കുകളൊക്കെ അടിച്ചിട്ടുള്ള ആ ഒരു ഇതാണ് കാണുന്നത് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ പടിയില്ലാതെ തന്നെ നമുക്ക് ഈ ടക്കുകൾ ഇങ്ങനെ അടിച്ചിട്ടും നമുക്ക് ബ്ലൗസ് തയ്ച്ച് ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒത്തിരി ഇതിൻ്റെ പടിയൊക്കെ അടിച്ച് ഒക്കെ അത്രയ്ക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്ന് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ആൾക്കാർ സ്വന്തമായിട്ടൊക്കെ ബ്ലൗസ് തയ്ച്ചിടണമുണ്ട്. പക്ഷേ ഈ പടി ഇതൊക്കെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുള്ളവർക്ക് നിങ്ങൾക്ക് പടിയില്ലാതെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ബ്ലൗസ് തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബ്ലൗസ് ഞാനിങ്ങനെ മൊത്തത്തിൽ എല്ലാം തന്നെ തയ്ച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊന്ന് തയ്ച്ച് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പടിയില്ലാതെയും നമുക്ക് നല്ലൊരു ബ്ലൗസ് തയ്ച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഇട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഫ്രണ്ട് ഭാഗത്തിൻ്റെയൊക്കെ പെർഫെക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പടി വെക്കാതെ തന്നെയും നമുക്ക് ബ്ലൗസ് തയ്ക്കാം. അപ്പോൾ ബുദ്ധിമുട്ട് ഉള്ളവർ പടിയില്ലാതെയും ബ്ലൗസ് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.